ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോയ വഴിയാണ്. അപ്പോൾ ഡോളേഴ്സ് ഉണ്ടാക്കാനെ കൊണ്ട് ഒരുപാട് വഴികൾ ഫാദർ നോബൽ ഫിലിപ്പ്, രേണുസുതി, കിച്ചു ഇവരെല്ലാം കണ്ടിന്യൂസ്ലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമുക്കിതൊക്കെ കാണാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഫാദർ നോബൽ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതെന്തിനാ പറയട്ടെ, വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ആർക്കും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഫാദർ അദ്ദേഹത്തിന് അങ്ങേക്ക് തോന്നരുത് നമ്മളൊക്കെ വന്നിട്ട് നിങ്ങളെ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നൊക്കെ ഉള്ളത്. അങ്ങ് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ കാര്യം തന്നെ തെറ്റ് കണ്ടപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. അങ്ങ് പറഞ്ഞ പോലെ തന്നെ അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി മാന്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക, റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട. കാര്യം അതുപോലത്തെ കാര്യങ്ങളാണല്ലോ ഇവർ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ കൊച്ചു പിള്ളേരെക്കാട്ടി കഷ്ടമാണല്ലോ ഇവരെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നോബൽ ഫിലിപ്പ് അദ്ദേഹത്തിനെ ആണെങ്കിൽ ഒരു ലേഡി വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം അത് കേട്ടിട്ട് തുടങ്ങാം. അച്ഛോ, എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരെ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് പ്രിയ എന്നാണ്. അച്ഛോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരെ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായിരുന്നു മാറ്റർ? അച്ഛോ, അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോട് ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം അച്ഛൻ അത് കഴിഞ്ഞ ദിവസങ്ങൾ ഇന്റർവ്യൂവിനകത്തൊക്കെ വന്നിരുന്നിട്ട് മറ്റേ കൊച്ചു പിള്ളേരെക്കാട്ടി കഷ്ടമായിട്ട് കിച്ചുവിനെ പറ്റിയിട്ടൊക്കെ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾക്കൊക്കെ റെസ്പെക്ട് ഒക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയത്. കമന്റ് ബോക്സിൽ ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്നുള്ളത് ഒന്ന് സ്വയം വിലയിരുത്തി കഴിഞ്ഞാലേ മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോഴും ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. അച്ഛോ, എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. ഇനി ആ കൊച്ചായി 11 സോഷ്യൽ മീഡിയയിൽ പറയിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ആരെങ്കിലും പുള്ളിയുടെ കുത്തിന് പിടിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞോ കിച്ചുവിനെ പറ്റിയിട്ട് പറയാന്ന് പറഞ്ഞോ? എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? എനിക്ക് മനസ്സിലാവണില്ല സീരിയസ്ലി. അവിടെ കിച്ചു, രേണുസുതി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിവെഞ്ച് മൂഡിലുള്ള വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാൾക്കാർക്കും വിവരവും ബോധമില്ല. അവർക്ക് പറഞ്ഞു ആൾക്കാർ കൊടുക്കാത്തതിൻ്റെ ആണോ അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ ആണോ അറിയത്തില്ല. അവർ ഈ ഒരു അവസ്ഥയിലും കാണിച്ചു വിടുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് പുള്ളി വന്നിട്ട് സംസാരിക്കുകയാണ് കിച്ചുവിനെ പറ്റി ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് എന്താ ചെയ്യണേ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ? ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗ് നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠനാഥ് സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് സിസ്റ്റർ എവിടെ നിന്നും പോലും അറിയത്തില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ അച്ഛൻ ജീവിക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുത്തതും പിന്നീട് ഇപ്പം രേണുസുതിക്ക് പറ്റിയിട്ട് അങ്ങ് മുമ്പ് പുള്ളിക്കാരി പറഞ്ഞതിനൊരു റിയാക്ഷനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തി വളരെ ഇമ്മച്ചുവേർഡായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ അങ്ങേക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും കിച്ചുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പൊ കിച്ചുവായിട്ട് മറ്റേ റിവെഞ്ച് മൂഡിലുള്ള സാധനം അടിക്കുന്നത്? ഇപ്പൊ അത്ര കോൺഫിഡൻസിലാണ്, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തുവാ ലഷ്കർ ഇ തൊയ്ബയായിട്ട് ഇവന് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദ സംഘടനയായിട്ട് കിച്ചുവിന് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇവൻ വേറെ എന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയോ? അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കിച്ചു ചെയ്തേക്കുന്ന സംഭവങ്ങളാണെന്നെങ്കിൽ നിയമ നടപടി ഉണ്ടാവുകയും ഇതിനകത്ത് ജയിലിൽ പോകേണ്ട സീനാണെന്നുണ്ടെങ്കിൽ പോകാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഇത് അത്രയും കോൺഫിഡൻഷ്യൽ എന്ന് പറയുമ്പോ കിച്ചു നീ ആരടാ? നീ അധോലോകവാ?
ഇതെന്തൊക്കെയാ ഇത്? കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ, എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നുള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ അത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചു. എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്. അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. അവിടെ ആ ഒരു ലേഡി അത് എന്താണെന്ന് അറിയാനെ കൊണ്ടല്ല ചോദിക്കുന്നത്. പുള്ളിക്കാരിക്ക് ആ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയേക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ നമ്മളാണെങ്കിൽ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ പുള്ളിനെ പോലെ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനൊരു കാര്യമല്ല നമ്മളും പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനൊരു പ്രവർത്തിയല്ല നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഇപ്പൊ അവിടെ നടന്നേക്കുന്ന എന്തൊക്കെയോ ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്തൊക്കെയോ പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ പറയുന്ന പോലെ രേണുസുതി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കിച്ചു മറ്റേ കാര്യങ്ങളൊക്കെ പറയട്ടെ, മറിച്ചത് പറയട്ടെ എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നു. ഇപ്പുറത്ത് കിച്ചു വന്ന് സംസാരിക്കുന്നു. ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിന് മോളെ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് ശാന്തി സമാധാനമായിട്ടൊക്കെ ഒന്ന് ഇരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക, ഇതൊക്കെ വിട്ടേക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഇടുക, ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സമാധാനത്തിരിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കിച്ചുവിനെ വിളിച്ചിട്ട് മോനെ നിനക്ക് പ്രായം ചെറുതല്ലേ, അപ്പോൾ നിനക്ക് ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് നിനക്ക് ഉണ്ടായിരിക്കുന്ന ട്രോമസും കാര്യങ്ങളൊക്കെ നിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് അവന് വേണ്ടുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിൽ പറഞ്ഞു തിരുത്താൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങേപോലെ ഒരു വ്യക്തി ചെയ്യേണ്ടത്. അല്ലാതെ വന്നിട്ട് പിന്നെ കോൺഫറൻസിലാണ് അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് സത്യം പറയാലോ ആ ഒരു പുരോഹിതന്റെ ആ ഒരു വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങ് ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ നമുക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൂടെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവൻ അവന്റേതായ തൊഴിൽ നോക്കി. ഞാൻ പറഞ്ഞു എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവർ ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. പറയത്തില്ല, നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെ സിസ്റ്റർ എന്നെ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുണ്ട്. എന്തിനാ ഇങ്ങനെ പ്രൊവോക്ഡ് ആവണേ? അങ്ങോട്ടുള്ള റെസ്പെക്റ്റിന്റെ പുറത്ത് ആ ഒരു രീതിയിൽ അങ്ങിൽ നിന്ന് അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ രീതിയിൽ സംസാരിക്കുക. പുള്ളി ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുകയാണ്. അങ്ങനെ പ്രൊവോക്ഡ് ആവണ്ട, സമാധാനത്തിൽ സംസാരിക്കൂ. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവന്റേതായ കാര്യം നോക്കി അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മ അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കിൽ അമ്മ അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. അല്ലേ, തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ക്യാൻസറിന് അച്ഛ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. അച്ഛോ അത് അവൻ പബ്ലിക്കിൽ കൊണ്ടിട്ടു എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ പുള്ളിക്കാരി അവിടെ വീഡിയോയ്ക്കകത്ത് കിച്ചു വന്ന് കാണണമെന്നൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് പബ്ലിക്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ എന്താ പറയേണ്ടത്? മോളെ നീ വീഡിയോ ആയിട്ട് ഇത് ഇടുകയല്ല, നിനക്ക് ഫോൺ ഉപയോഗിച്ച് എന്നിട്ട് ഫോണെയും വിളിച്ചിട്ട് കിച്ചനെ വിളിച്ചിട്ട് പറ മോനെ നീ ഒന്ന് നേരിട്ട് വരണം, അമ്മയ്ക്ക് ഇതുപോലെ ആടുന്ന കാര്യം എന്നൊക്കെ പറയണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? കിച്ചു ഇപ്പൊ പറഞ്ഞത് അപ്പുറത്ത് ഞാൻ അന്നത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരാളെ നമ്മൾ ഈ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോൾ അവരാണ് അത് പുറത്ത് പറയുന്നത്. നോബൽ ഫിലിപ്പ് എന്ന ബിഷപ്പ് അല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. ഇവ ഒരു അച്ഛൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവര് കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്നു അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവൻ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞില്ല പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട, എഴുതാപ്പുറം വായിക്കുക. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവർ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം അങ്ങനെ ഞാൻ പറയും. പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തെന്ന് അറിയുന്നില്ല. രേണുസുതിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ എനിക്ക് പറയാം. അച്ഛനെ പോലെ ഒരാൾ വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. അച്ഛൻ വന്ന് ഞങ്ങൾ ഉപദേശിക്കണം. അച്ഛൻ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ടാവാം, രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നമ്മളിവിടെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല.
ഒരാളെ നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്യണില്ല. തീർച്ചയായിട്ടും ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്ന ശേഷം കൊണ്ട് അച്ഛൻ കാണുന്നില്ലേ? രേണു സുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചു? അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കെ ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ട്, അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇത് കൂടുതൽ അച്ഛൻ അറിയത്തില്ല, അതാണ് കാര്യം. അച്ഛൻ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ എന്തെങ്കിലും ആവട്ടെ എന്ത് വേണം ചെയ്യട്ടെ. ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി. ഞാൻ എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഫാദർ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണ്, ഇതുപോലെ തെറ്റ് കണ്ടാൽ തെറ്റിനെതിരെ ചൂണ്ടിക്കാണിക്കും, വിരൽ ചൂണ്ടും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയുന്ന ഇദ്ദേഹത്തെ ആൾക്കാർ പിടിച്ച് കുരിശിൽ തറയ്ക്കുന്നു, ഏറി കയറ്റുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് പറഞ്ഞതാണ്. അങ്ങ് പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റാത്ത ആൾക്കാരെ അത് പ്രകടിപ്പിക്കുമ്പോൾ അത് അഭിപ്രായ വ്യത്യാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതപ്പോ അങ്ങേയൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം അല്ല. അപ്പൊ ആൾക്കാരത് പറയും. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വോയിസും കൂടെ ഉണ്ടായിരുന്നു, പുള്ളിയെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടേക്കുന്നത്. അതിനകത്ത് പറയുന്നത് പുള്ളീനെ വിമർശിക്കരുത് എന്നുള്ള നിലയിൽ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ കേൾക്കാം. പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്ത് കാണും, സോഷ്യൽ മീഡിയ വന്നേക്കുന്നത് എല്ലാവരും പറയുക പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്തോ പറയാനിരിക്കുന്നു. ഇപ്പൊ പൊട്ടിക്കുന്ന സംഭവം എന്താണെന്ന് നടന്നവർക്കും ആ കാര്യങ്ങൾ എന്തൊക്കെ ഏർപ്പാടുകൾ നടന്നിരിക്കുന്നതെന്നുള്ളതും ഒക്കെ പബ്ലിക്കിന് മുമ്പിൽ പറയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവരത് പറയുക തന്നെ ചെയ്യും. അതിനെതിരെ നടപടികളും ഉണ്ടാവുമല്ലോ. അത് പൊട്ടിക്കും എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ പലർക്കും ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്. ഞാനെന്തിനാ പറയേണ്ട ആവശ്യം? പിന്നെ അതുപോലെ ഇന്നലെ ഒരു സഹോദരി ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അവരെന്നോട് വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, കോള് റെക്കോർഡ് ചെയ്തു. എൻ്റെ അനുവാദമില്ലാതെ ആ പേജ് നടത്തുന്ന ആ ലേഡി അവരെന്ത് ചെയ്തു? അവരത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വോയിസ് അടക്കം എൻ്റെ അഡ്വക്കേറ്റിനും അതുപോലെ അവരുടെ പേജിന്റെ ഡീറ്റെയിൽസും എല്ലാം എടുത്ത് അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ പോടാൻ തന്നെ സൈബർ സെല്ലിലേക്ക് അതിന് നടപടി. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോയോ അവരുടെ വോയിസോ കൊടുക്കുക എന്നുള്ളത് കർശനമായ നിയമത്തിന് ലംഘിക്കുന്ന കാര്യം തന്നെയാണ്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ അപമാനപ്പെടുത്തുന്ന ഏത് വ്ളോഗർമാരാണോ അവർക്കെതിരെ കർശന നടപടിയുമായി എന്റെ പെർമിഷൻ വേണം. എന്റെ ഫോട്ടോ വെച്ച് എന്നെ അപമാനിക്കുമ്പോൾ അതില് പുള്ളി പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം നമ്മളൊരാളെ വിളിച്ച് സംസാരിച്ചിട്ട് അയാളുടെ പെർമിഷനോടുകൂടി തന്നെ വാങ്ങിയിട്ട് എടുക്കുന്നതാണ് അതിന്റെ മര്യാദ. അപ്പം എന്താണെങ്കിലും പുള്ളി ഇതിനകത്ത് പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളീന്റെ വോയിസ് പുറത്ത് വിട്ട് പുള്ളീനെ തേജോധം ചെയ്യുന്ന തരത്തിലോട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓൾറെഡി പുള്ളി ആ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്ന് പറഞ്ഞതിന്റെ അത്രയൊന്നും സംഭവങ്ങൾ ആ ഒരു വോയിസിനകത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ധൈര്യം ബാക്കി കേൾക്കാം. എന്തിനു വേണ്ടി എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോട്ടോ ഉപയോഗിച്ചു? എന്തിനു വേണ്ടി എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് എന്റെ അനുവാദമില്ലാതെ എന്റെ വോയിസ് എന്തിനു ഒരു പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നു? അപ്പോൾ അവർക്കെതിരെ സൈബർ സെല്ലിലേക്കും കോടതിയിലേക്കും പോയിട്ട് എന്താണ് അഡ്വക്കേറ്റിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികളുമായിട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം ഇതൊരു ഒരിക്കലും നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവരതെടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുക? ഞാൻ ഒരിക്കലും അവരൊരു അമ്മയാണ്, ഒരു ലേഡിയാണ്, ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ലേഡിയോട് സംസാരിച്ചത്. ഒരു മോശമായ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്തിന് ഒരാളുടെ പേഴ്സണൽ സംസാരം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജ് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഇതെന്ത് ലാലു അലക്സ? എന്റെ പൊന്നു ബിഷപ്പെ, അങ്ങ് ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അത്ര ഇല്ല ഒരു വോയിസിനകത്ത്. സീരിയസ്ലി അങ്ങ് അതിനകത്ത് ആരും ഇപ്പോൾ ഒരാൾ ഇന്റർവ്യൂവിനകത്ത് ഒരാൾ വന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിൽ പ്രോഗ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആ സെയിം സംഭവം ഓപ്പോസിറ്റ് ഒരാൾ വന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെ അങ്ങ് സംസാരിച്ചു. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ അത്രയും സംഭവങ്ങൾ ഇവിടെ പറഞ്ഞില്ല. പിന്നെ കുറെ അപ്പുറത്തുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കൊടുക്കുന്നത്. ഈ നാട്ടിൽ ആർക്കും ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ ആർക്കും ജീവിക്കണ്ടേ? ഇങ്ങനെ ഇത്രമാത്രം അധപ്പതിച്ചു പോവാണോ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതാനും ചില സഹോദരങ്ങളായിട്ട് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും? ഇവർക്കെതിരെ കർശന നടപടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ടാകണം. ഇപ്പൊ തന്നെ നമുക്ക് ഈ അമ്മ സംഘടനയിൽ തന്നെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിഷാരടി MLA യുടെ സംസാരം പുറത്തു പോയിരിക്കുന്ന ഒരു വോയിസ് ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അത് വേറെ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ. ഇത് അങ്ങയുടെ മറ്റേ ഡബിൾ മീനിങ് പറഞ്ഞ സംഭവങ്ങളൊന്നും അല്ല. അങ്ങ് ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവങ്ങൾ തന്നെയുള്ളൂ അതിനകത്ത്.
പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു വോയിസ് ആണ് ഒരു വോയിസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പിഷാരടിയുടെ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ സംസാരിച്ച് നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് അപേക്ഷിക്കുവാനും പറയുവാനും നിർദ്ദേശിക്കുവാനുമായിട്ടുള്ള കാര്യമാണ് ഇത്. ഞാൻ ഈ വിഷയത്തെ വെച്ച് ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും പ്രത്യേകമായിട്ടുള്ള പരാതി കൊടുക്കുന്നതുമായിരിക്കും. എന്റെ വോയിസ് എടുത്ത് രഹസ്യമായി എന്നെ സംസാരിച്ചിട്ട് ആ വോയിസ് എടുത്ത് പബ്ലിക്കിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആ സ്ത്രീയോട് സംസാരിച്ചത്. അപ്പോൾ ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും. ഉടൻ തന്നെ 2-3 ബ്ലോഗർമാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രേണു ഇത്രയും കാലവും ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുവാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. രേണു സുധി അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും കുറവശങ്ങളെല്ലാം ദൈവത്തിന് മുൻപാകെ അവർ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എന്നോടും അവർ കുടുംബമായിട്ട് അവരും അവർ ഫാമിലിയും രേണു സുധിയും അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഹോദരിയും എല്ലാവരും വന്ന് എന്നോട് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ രേണു സുധിയോട് ഒരു വൈദികൻ എന്ന രീതിയിൽ ഒരു മിഷണറി ബിഷപ്പ് എന്ന രീതിയിൽ അവരോട് ക്ഷമ കൊടുക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെയും സന്ദർഭം കിട്ടുമ്പോൾ ആ കുടുംബത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതല്ലാതെ രേണു സുധി ഇതിനു മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവരുടെ ഭാഗത്ത് വന്ന തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാൻ ദൈവത്തിനും കഴിയും. ദൈവമാണ് പാപങ്ങളെ ക്ഷമിക്കുന്നതും തെറ്റുകുറ്റങ്ങളെ പൊറുക്കുന്നതും ദൈവമാണെന്നുള്ള ചിന്തയിലൂടെ ഞാൻ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഞാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. പിന്നെ പൊതുസമൂഹത്തിൽ എന്നെ വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കുന്ന യൂട്യൂബേഴ്സിനോടും ബ്ലോഗേഴ്സിനോടും ഒരു വിഭാഗം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കൊണ്ട് ഉപജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. എനിക്കതിന് യാതൊരു പരാതിയുമില്ല. നിങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ. പക്ഷേ ഞാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും, ചെയ്യുക തന്നെ ആണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ള നിയമത്തിന് മുമ്പിൽ പോകുക, നിയമത്തിന്റെ വഴിക്ക് പോകും. ഞാൻ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ. ഇവിടെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കണ്ടന്റ് ആണ്, അല്ലാതെ വേറെന്താണ്, വേറൊന്നും അല്ല. നിങ്ങൾ ഇതുപോലെ വന്നിട്ട് മീഡിയയിൽ ഇത്തരത്തിൽ ഒന്ന് കാണിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അല്ലേ ആൾക്കാർ പറയുന്നത് അങ്ങയുടെ കാര്യം നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇവരുടെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്തിട്ടൊക്കെ പോയേക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് ഇതുപോലെ പറയുമോ? ഇല്ലല്ലോ. ഇപ്പം ഇതിനകത്ത് വന്നിട്ട് കിച്ചു വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് മറ്റേന്ന് പറയുമ്പോഴത്തേക്കിന് കിച്ചു അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ തരത്തിലുള്ള വിഷയങ്ങൾ ഇതുവരെ പബ്ലിക്കിലോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ബട്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും പബ്ലിക്കിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. കിച്ചു അവിടെ പോയിട്ട് ഭീകര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതൊന്ന് പറഞ്ഞൊന്ന് രമ്യതയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതിന് നിങ്ങൾ വന്നിട്ട് ഇതുപോലെ ഇന്റർവ്യൂവിനകത്തൊക്കെ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ പറയൂലേ. പിന്നെ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. അങ്ങൊരു ബിഷപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ മിണ്ടാതിരിക്കൂല. ആൾക്കാർ പറയും, ആൾക്കാർ സംസാരിക്കും അല്ലേ. അത് സംസാരിക്കേണ്ട ആരൊന്നും പറയണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഈ കാര്യങ്ങൾ മറ്റേ കൊച്ചു പിള്ളേരെ കാട്ടി കഷ്ടമായിട്ട് ഇത് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. അങ്ങ് ഈ കാര്യങ്ങളൊന്ന് രമ്യതയിൽ ഇവർക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളില്ല. അങ്ങ് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിവെഞ്ച് മൂഡിൽ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കിന് അങ്ങ് ആ ഒരു തിരുവസ്ത്രത്തോട് പോലും ആ ഒരു റെസ്പെക്റ്റ് കാണിക്കാത്ത രീതിയിലാണ് പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാര്യം അങ്ങ് ഒരു മറ്റേ കൊച്ചുകുട്ടികളുടെ കൂട്ട് അങ്ങനെ പോകരുത് എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഡൊളേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്കറിയാം നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ സാഡിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.